നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലായിട്ടുള്ള BSF അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ അണ്ടറിലായിക്കൊണ്ട് SI കോൺസ്റ്റബിൾ എന്നീ തസ്തികകളിലേക്ക് ഏകദേശം 37ഓളം ജോബ് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓൾ ഓവർ ഇന്ത്യയാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 21,700 രൂപ മുതൽ 1,12,400 രൂപ വരെ മാസ സാലറി ലഭിക്കാവുന്ന ജോലികളാണ്. ഇപ്പോൾ ഓൺലൈൻ വഴി ആയിക്കൊണ്ടാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ പോലീസ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണിത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായി വരുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSCയുടെ കീഴിലായിക്കൊണ്ട് SI എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 3 വേക്കൻസികളും കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 34 വേക്കൻസികളുമായിട്ട് ടോട്ടൽ 37ഓളം ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. SI ജോലിക്ക് 34,400 രൂപ മുതൽ 1,12,400 രൂപ വരെയും കോൺസ്റ്റബിൾ ജോലിക്ക് 21,700 രൂപ മുതൽ 69,100 രൂപയുമാണ് മാസ സാലറി ആയിട്ട് പറയുന്നത്. ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ SIക്ക് 30 വയസ്സ് വരെയുള്ളവർക്കും കോൺസ്റ്റബിളിന് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കുമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. SC ST OBC PWD വിഭാഗത്തിനൊക്കെ ഏജിന്റെ കാര്യത്തിൽ ഈ ഒരു ജോലിക്കും ഏജ് റിലാക്സേഷൻ ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ SIക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഉള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നതാണ് SIക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ കോൺസ്റ്റബിളിന് പറയുന്ന ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അതോടുകൂടി ITI ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നിങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഇനി അപ്ലിക്കേഷൻ ഫീയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് B കാറ്റഗറിക്ക് 200 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത്. ഗ്രൂപ്പ് C കാറ്റഗറിക്ക് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത്. SC ST എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, BSF കാൻഡിഡേറ്റ്സ് തുടങ്ങിയവർക്ക് അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല. അത് ഫ്രീ ആയിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് 17 ജൂൺ 2024 മുമ്പായിക്കൊണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള RECTT.BSF.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പോലീസ് സേനയിൽ വർക്ക് ചെയ്യാനുള്ള ഒരവസരമാണിത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഈ ഒരു മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ട ഇത്തരത്തിലുള്ള ജോലിയുമായി സംബന്ധിച്ചുള്ള വീഡിയോകൾ ദിവസവും ലഭിക്കാനായി നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.